السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവിയെ അല്ലാഹുവിങ്കൽ നാളെ സ്വർഗം നാം ഓരോരുത്തർക്കും പ്രതിഫലമായി ലഭിക്കാൻ സഹായകമാകുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ അധ്യായം സൂറത്തു അൽ-ലൈൽ. സൂറത്തുൽ ലൈൽ മക്കയിൽ അവതരിച്ച സൂറത്താണ്. സൂറത്തു ലൈൽ മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൽ ഒരുപാട് ആശയങ്ങളെ മനുഷ്യർക്ക് വളരെ ഹൃദ്യമായ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ചും സആദത്തിൻ്റെയും അഥവാ സൗഭാഗ്യവാന്മാരുടെയും അതുപോലെ ദൗർഭാഗ്യവാന്മാരുടെയൊക്കെ സ്ഥിതിവിശേഷങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സൂറത്താണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും അതുപോലെ ദാനധർമ്മത്തിലും മനുഷ്യർ സ്വീകരിക്കുന്ന വ്യത്യസ്ത സമീപനങ്ങളെ ഈ സൂറത്ത് വിശദീകരിക്കുകയും അതിൻ്റെ ബൈ റിസൾട്ട് എന്താണ് എന്ന് ഇത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് ഓതിയിട്ട് നമുക്കതിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والليل إذا يغشى والنهار إذا تجلى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى فسنيسره لليسرى وأما من بخل واستغنى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى فسنيسره للعسرى وما يغني عنه ماله
إذا تردى وما يغني عنه ماله إذا تردى وإن علينا للهدى وإن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى ولسوف يرضى. طيب بارك الله فيكم جميعا. ഈ അത് ഹിഫ്ളില്ലാത്ത ആളുകളുണ്ടെങ്കിൽ, ഇനി അതെല്ലാം ഉണ്ടെങ്കിലും ഖുർആൻ കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മൾ ഖുർആൻ പഠിക്കാണല്ലോ, സ്വാഭാവികമായിട്ടും അറിയണത് തന്നെയാണെങ്കിൽ ചിലപ്പോൾ തെറ്റാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നല്ല എന്താണെന്ന് വെച്ചാൽ ഖുർആൻ കയ്യിലെടുക്കണതാണ്. ഖുർആനായിട്ട് നമ്മളെപ്പോഴും ഒരു ബന്ധം, എവിടെ എങ്ങനെ ഒരായത്ത് കേൾക്കുമ്പോൾ അത് ഇന്നോടത്താണെന്നൊക്കെ ഒരു ഗ്രാഹ്യതക്ക് നല്ലതാണ്. എത്ര ഹിഫ്ളായാലും അള്ളാഹിൻ്റെ ഖുർആൻ കയ്യിലുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സൊക്കെ ഒരു റാഹത്താണ്. അൽഹംദുലില്ലാഹ്. തയ്യിബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. എന്താ അതിൻ്റെ അർത്ഥം? മക്കൾ പറഞ്ഞേ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്ക പറയാം. മാഷാ അല്ലാഹ്. എന്താ പറഞ്ഞറിയോ? റജീമായ ശൈത്താനിൽ നിന്ന് അള്ളാഹുവോട് ഞാൻ കാവൽ ചോദിക്കുന്നു. റജീം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അൽ മൽഊൻ അൽ മശ്തൂം. അള്ളാഹ് ആട്ടിവിട്ടവനാണ്, ചീത്ത പറഞ്ഞ് എറിഞ്ഞൊടിച്ചവനാണ് അള്ളാഹ്. അതാണ് റജീം. റജിം അടുത്തെന്നറിയാം. സാധാരണ ഉപയോഗിക്കുന്ന പദമാണ് അത്, ചില ഹത്ത് സ്വീകരിക്കുന്നിടത്തൊക്കെ. പിന്നെന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അല്ലേ? തയ്യിബ്. എന്നിട്ട് പിന്നെ പറയാണ് വല്ലൈലി ഇദാ യഗ്ശ. വല്ലൈലി ഇദാ യഗ്ശ. വല്ലൈലി. ഇവിടെ അല്ലാഹു തആല ഖസമ് ചെയ്യാണ്. നമ്മൾ തൊട്ട് സൂറത്തിൽ പഠിച്ചു, ഇനി ശേഷം വരാനുള്ള സൂറത്തിലും ഇതന്നെ പഠിക്കണം. ഇതേ രീതി തന്നെയാണ് അള്ളാഹ് കുറേ സൂറത്തുകളിലുള്ള ഫോളോ ചെയ്ത രീതിയാണ്. അപ്പം നമ്മൾ വിചാരിക്കും എന്താണത്? അള്ളാഹിന്റെ ഹിക്മത്ത് അള്ളാഹ്ക്കാൻ അറിയുള്ളൂ. വല്ലൈലി, അവിടെ വാവുൽ ഖസമാണ്. വാവ് എന്താണ്? വാവുൽ ഖസമാണ്, സത്യം ചെയ്യാനുള്ള വാവാണ്. വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം.
എന്താണ് ആ രാത്രിക്ക് സംഭവിക്കുന്നത്? ഇദാ യഗ്ഷ. ഇദാ യഗ്ഷ എന്ന് പറഞ്ഞാൽ അത് മൂടി വരുമ്പോൾ, അല്ലെങ്കിൽ അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ്. അപ്പൊ രാത്രി അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ആ രാത്രി തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ്. ഇവിടെ അല്ലാഹു തആല ആദ്യം രാത്രിയെ കൊണ്ടും ഇരുട്ട് കൊണ്ട് ആകാശത്തിനും ഭൂമിക്കിടയിലുമുള്ളതെല്ലാം മൂടിക്കളയുന്ന ഒരു സന്ദർഭത്തെ വെച്ചിട്ടും അള്ളാഹു സത്യം ചെയ്യാറ്. ആദ്യം അല്ലാഹു തആല സത്യം ചെയ്ത് രാത്രിയെ കൊണ്ടാണ്. എന്നിട്ട് പിന്നെ അതിന്റെ വസഫ് പറയാണ്. എന്താണ്? ഇദാ യഗ്ഷ എന്നാണ്. അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ എവിടെ ഇരിക്കണത്? പകല രാത്രിയാ? രാത്രിയാണ്. പകല് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ആ സ്കൂളിന്റെ അപ്പുറത്ത്, ഗേറ്റിന്റെ അപ്പുറത്ത് ഒരു വാച്ച്മാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇല അനങ്ങിയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇവിടുന്ന് കാണും. ഇപ്പൊ നമ്മൾ ഈ മുറ്റത്തിന്റെ അപ്പുറത്തുള്ളത് കാണൂല. കാരണം എന്താ? മൂടി. എന്താ മൂടിയത്? ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളതെല്ലാം അത് മൂടി. ആ മൂടിയ ഇരുട്ട് മൂടുന്ന ആ ഒരു സംഗതിയെ വെച്ചിട്ട് അല്ലാഹു തആല സത്യം ചെയ്ത് പറയാം. നമ്മളിനി തൊട്ട സൂറത്തിൽ പഠിക്കാൻ പോണത് എന്ത്? വല്ലൈലി ഇദാ യഗ്ഷാഹാ. നമ്മളിവിടെ പഠിച്ചെന്താ? വല്ലൈലി ഇദാ യഗ്ഷാനാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോണ സൂറത്തിലുണ്ട് വല്ലൈലി ഇദാ യഗ്ഷാഹാ, 91-ാമത്തെ അധ്യായം. നെക്സ്റ്റ് നമ്മളിനി പഠിക്കാം. ഇവിടെ പുറകെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. രാത്രി അതിനെ മൂടുമ്പോൾ അതിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നതാണ്. അപ്പൊ ഇത് റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു, അള്ളാന്റെ സൃഷ്ടികളെ വെച്ചിട്ട് അള്ളാഹു സത്യം ചെയ്യാണ്. ഇനി എന്താ പറയുന്നത്? വന്നഹാരി ഇദാ തജല്ലാ. വന്നഹാരി, നഹാറ് ഖുർആനിലെ ഒരു പ്രത്യേക രീതിയാണത്. രാത്രി പറഞ്ഞ പകല് പറയും, പകല് പറഞ്ഞ രാത്രി പറയും, സ്വർഗം പറഞ്ഞ നരകം പറയും, നരകം പറഞ്ഞ സ്വർഗം പറയും, ദുനിയാവ് പറഞ്ഞാൽ ആഖിറം പറയും, ആഖിറം പറഞ്ഞാൽ ദുനിയാവ് പറയും. ചിലപ്പോൾ നരകം പറഞ്ഞാൽ നേരെ സ്വർഗത്തെ പറിച്ചു. സ്വർഗസുഖങ്ങൾ പറയുമ്പോൾ അപ്പുറത്ത് നരകത്തിന്റെ പ്രയാസം പറയും, നരകത്തിന്റെ പ്രയാസം പറയുമ്പോൾ തൊട്ടുപുറത്ത് സ്വർഗത്തിന്റെ സുഖം പറയും. ശരിക്ക് ഖുർആൻ അതിന്റെ അഹലുകാർക്ക് എങ്ങനെയാണ് മനസ്സിൽ നിൽക്കണമെന്ന് ചോദിച്ചാൽ അള്ളാഹ് അതിനെ സ്വീകരിച്ച ഹിക്മത്ത് സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. ഇഅ്ജാസുൽ ഖുർആൻ അവർ ലോകത്ത് ഇങ്ങനെ ഓർക്കപ്പെടുന്ന, ഇങ്ങനെ മനസ്സിൽ നിൽക്കണ ഒരു ഗ്രന്ഥം വേറെ ഏതാണുള്ളത്? ആളുകള് മാറിപ്പോകാതിരിക്കുക. അതുകൊണ്ടാണ് മൊത്തത്തിൽ ഖുർആൻ എന്ത് പറയും? മസാനി എന്ന് പറയും. എന്താ പറയാ ഖുർആന്? പറയും മക്കളെ, മസാനി. മസാനി പറഞ്ഞെന്താ? ആവർത്തിച്ചു വരുന്നത്. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ എന്താ? സബഉൽ മസാനി, ആവർത്തിച്ചു വരുന്ന 7 വാക്കുകൾ. സൂറത്തുൽ ഫാത്തിഹ മസാനിയാണ്. ഖുർആൻ മൊത്തത്തിൽ എന്താണ്? മസാനിയാണ്. മസാനി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് പറഞ്ഞ സംഗതി തന്നെ മറ്റൊരു ഭാഗത്ത് ഒരല്പം വിസ്തരിച്ച് പറയും. ഇങ്ങനെ ഭയങ്കര രസ ഖുർആന്റെ ശൈലി. ഒരേ കഥ, മഹാനായ മൂസാ നബിന്റെ സംഭവം, അത് ഒരിടത്ത് പറഞ്ഞതിൽ നിന്നൊരല്പം വ്യത്യസ്തമായി ഒരല്പം കൂടി അതിന്റെ വിശാലതയോടുകൂടി വേറൊരു ഭാഗത്ത് പറയും, ചില ഭാഗത്ത് ചുരുക്കി പറയും. അങ്ങനെ ഓരോ സംഭവം എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെ അഖ്ബാറുകളും അഹ്കാമുകളാണ് ഖുർആനിലുള്ളത്. ഈ രണ്ട് പറയുന്നിടത്തും അല്ലാഹു തആല സ്വീകരിച്ച രീതി എങ്ങനെയാണ്? നിസ്കാരത്തെ കുറിച്ചാലും നോമ്പിനെ കുറിച്ചാലും ഏതിനെ കുറിച്ച് പറയുന്നിടത്തും അതില് ഒരു ഭാഗത്ത് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളോട് അപ്പുറത്ത് പറയും. അതുകൊണ്ട് മനുഷ്യർക്ക് എന്താ ഉണ്ടാവില്ല, ഓർത്തെടുക്കാൻ അത് വളരെ സുഖമാണ്. എന്നാൽ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം എന്താ? അതിനുള്ള ബന്ധത്തിലുള്ളതുകൊണ്ടാണ്. പല സൂറത്തും നമ്മൾ തിരഞ്ഞെടുക്കണത്, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ സൂറത്ത് തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഹിഫ്ളാക്കാൻ പാകത്തിനാണ്. അത് ത്വാലിബുൽ ഇൽമുകൾക്ക്, ഉലമാക്കളൊക്കെ അങ്ങനെ ചെയ്യുക. അത് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ആലിമായിട്ടൊന്നല്ല. അത് അവരൊക്കെ ചെയ്യുന്ന രീതി അതാണ്. ചെറിയ സൂറത്തുകൾ വെച്ച് പഠിപ്പിക്കുക. ഹിഫ്ളും അങ്ങനെ തന്നെയല്ലേ, ചെറിയ സൂറത്ത് നിന്ന് തുടങ്ങാം. അപ്പൊ നമ്മൾ അതേ രീതിയാണ് ഇവിടെ. ചെറിയ സൂറത്ത് തുടങ്ങി അതിങ്ങനെ പഠിച്ചു പോകുമ്പോൾ മക്കി സൂറത്തുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത എന്താ? തജ്വീദായാലും വിഷയത്തിന്റെ ഗ്രാഹ്യതയായാലും അഖീദയായാലും ആഖിറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും നല്ല സ്ട്രോങ് ആയ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരും. മക്കി സൂറത്തുകൾ ശരിക്കും നമ്മൾ ഓതി പഠിച്ചാല് ഉറങ്ങണ്ട. ഉറങ്ങിയാ ഉറപ്പാട്ടോ ഞാൻ ചീത്തറിയും. ഉറങ്ങരുത്. മക്കി സൂറത്തുകൾ ശരിക്കും ഓതി പഠിച്ചാല് പിന്നെ വേറെ ഏത് സൂറത്തുകൾ ഓതുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. കാരണം എന്താ? പെട്ടെന്നത് ഗ്രാഹ്യമാവും. അതിൻ്റെ കുറേ പൊതുവശങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോവല്ല, സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
ഇവിടെ എന്താ അല്ലാഹു തആല പറഞ്ഞു? വന്നഹാരി, പകൽ തന്നെയാണ്. അവിടെ ആദ്യം രാത്രി പറഞ്ഞു, ഇവിടെ പകൽ തന്നെയാണ്. ഇദാ തജല്ല, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. അതായത് കുറേ സമയം രാത്രിയായിരുന്നു, എന്നിട്ട് പിന്നീട് അല്ലാഹു തആല പകലിനെ ആ രാത്രിയിൽ നിന്ന് മറനീക്കി പുറത്തു വരികയും അത് പകല് പ്രകടമാവുകയും ചെയ്യുന്ന ഒരു വേള. അതിനെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുന്നു. അത് നമ്മൾ പറയില്ലേ ഫലക്ക് എന്നൊക്കെ പറയില്ലേ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മറ്റൊരു ശൈലിയാണ് പറയുക. പുലരിയുടെ റബ്ബിനെ കൊണ്ട്, ഫലക്കിന്റെ റബ്ബിനെ കൊണ്ട്, ഫാലിഖുൽ ഇസ്ബാഹ് എന്നാണ്, അവനെ കൊണ്ട് സത്യം ചെയ്യുന്നു. അവൻ തന്നെ പറയണം, അത് തന്നെ നമുക്ക് പറഞ്ഞു തരാണ്. അപ്പൊ റബ്ബുൽ ഇസ്സത്ത് മനുഷ്യർക്ക് പരിചയിക്കുന്ന, അവർ ജീവിക്കുന്ന സ്ഥലകാലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വെച്ചിട്ട് അല്ലാഹു തആല സത്യം ചെയ്തിട്ട് പറയുന്ന പോയിന്റ് എന്താണ്? അതാണ് നമുക്ക് പ്രധാനം. എന്നിട്ട് പിന്നെ മൂന്നാമത്തെ ആയത്തിൽ എന്താ? വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ, വമാ ഖലഖൽ ദക്കറ, വമാ ഖലഖ, സൃഷ്ടിച്ചതും തന്നെയാണ് സത്യം. എങ്ങനെ? അദ്ദക്കറ, ആണിനെയും, വൽ ഉൻസ, പെണ്ണിനെയും. ദക്കർ ഉൻസ, മുദക്കർ മുഅന്നസ് നമ്മൾ പഠിക്കും. നാവിലെത്തുമ്പോൾ അത് അങ്ങനെ പറയാം, സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയാൻ വേണ്ടിട്ട്. മുദക്കർ മുഅന്നസ്, അതിനെ ദക്കർ ഉൻസ, ആണും പെണ്ണാണ്. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെ ഉദ്ദേശിക്കുന്നത്? അള്ളാനെയാണ്. ഇപ്പൊ രാത്രി ഇരുട്ട് മൂടി, അത് തന്നെയാണ് സത്യം. പകല് മറനീക്കി പുറത്തു വന്നു, അത് തന്നെയാണ് സത്യം. എന്തുകൊണ്ടുള്ള പറയാ വമാ ഖലഖദ് ദക്കറ വൽ ഉൻസ, ഈ രണ്ട് വിഭാഗവും, ആണും പെണ്ണിനെയും പുരുഷനെയും സ്ത്രീയും സൃഷ്ടിച്ചതിനെ കൊണ്ടും അല്ലാഹു തആല സത്യം ചെയ്തു പറയാം. ഇവിടെ ഖലഖദ് ദക്കറ വൽ ഉൻസ എന്ന് പറയുമ്പോൾ ഈ ദക്കറും ഉൻസയും ആരാണ് എന്നതിൽ ഉലമാക്കൾക്കിടയിൽ, അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായം കാണാൻ പറ്റും. രണ്ടഭിപ്രായവും ശരിയാണ്, വൈവിധ്യമാണ്, വൈരുദ്ധ്യമല്ല. ഒന്നാമത്തെ അഭിപ്രായം അനുസരിച്ച് ആദമു വഹവ്വ ഖാലഹു ഇബ്നു സായിബ്, വേറെ ഒരുപാട് പൂർവികരായ മുഫസ്സിറുകളൊക്കെ ഉദ്ധരിച്ചതാണ്. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖലഖദ് ദക്കറ വൽ ഉൻസ എന്ന് പറഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും എന്ന് പറഞ്ഞാൽ ആദമിനെയും ഹവ്വയും സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെയാണ് സത്യം എന്നാണ്. അതിൻ്റെ ഒരു തഫ്സീർ അതാണ്. ഇനി ആമായ ഒരു തഫ്സീറുണ്ട്, ഇത് ഖാസായ തഫ്സീറാണ്, ഒരു വിഷയത്തിൽ മാത്രം പരിമിതം. ഇനി പൊതുവായിട്ട് പറയും അന്നഹു ആമുന്നാണ്, ഇതിലെല്ലാ സൃഷ്ടിപ്പും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ സൃഷ്ടിപ്പും എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം മാത്രമല്ല, സർവ്വ സൃഷ്ടികളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ അല്ലാഹു തആല അള്ളാഹിന്റെ സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചത് ആണും പെണ്ണായിട്ടാണ്, ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. ആണും പെണ്ണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ വേഷം, ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത് എല്ലാറ്റിനെയും. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അള്ളാഹ് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്തു ഹൂദിന്റെ 40-ാമത്തെ ആയത്തിൽ കാണാം. നൂഹ് നബിനോട് ആ തൂഫാന്റെ സമയത്ത്, തൂഫാന്റെ തൊട്ട് മുമ്പ്, പ്രളയത്തിന്റെ തൊട്ട് മുമ്പ് എല്ലാ സൃഷ്ടികളിലും ഈ രണ്ട് ഇണകളെ വീതം കയറ്റാൻ പറയണ്ടേ. അത് കഴിഞ്ഞ് 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിന്റെ 49-ാമത്തെ ആയത്തിലെത്തുമ്പോൾ അല്ലാഹു തആല പറഞ്ഞതറിയോ? وَمِن كُلِّ شَيْءٍ خَلَقْنَا زَوْجَيْنِ لَعَلَّكُمْ تَذَكَّرُونَ. എല്ലാ വസ്തുക്കളിൽ നിന്നും നാം, അല്ലാഹു തആല പറയാം, എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ റബ്ബുൽ ഇസ്സത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകത, അവർക്ക് അല്ലാഹു തആല ഇരട്ടകൾ, ആണും പെണ്ണുമായി അല്ലെങ്കിൽ ഇണകളായി സൃഷ്ടിച്ചിരിക്കും. എന്തിനാണത്? ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇതേ സംഗതി നമ്മൾ വിശുദ്ധ ഖുർആന്റെ 78-ാമത്തെ അധ്യായം സൂറത്തുൻ നബഇന്റെ 8-ാമത്തെ ആയത്തുകളിലേക്ക് എത്തുമ്പോൾ കാണാം വഖലഖനാകും അസ്വാജ. എന്താണ്? വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ലോകത്തുള്ള സൃഷ്ടിപ്പിലൊക്കെ എന്തുണ്ട്? ഈ ഇണതത്വ സിദ്ധാന്തമുണ്ട്. ആണും പെണ്ണുമായി ഇണകളായി അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ആദമും ഹവ്വയുമാകാം, അല്ല സർവ്വ സൃഷ്ടികളുമാകാം. അപ്പോൾ ഖലഖദ് ദക്കറ വൽ ഉൻസ എന്നതിന് രണ്ടാമത് പറയപ്പെടുന്ന തഫ്സീർ, ആമായ തഫ്സീർ അനുസരിച്ച് എല്ലാ സൃഷ്ടികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചെന്താണ്? ദക്കറും ഉൻസയുമായിട്ടാണ്. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈൻ, അങ്ങനെ വേറൊരു ആയത്ത് കാണാൻ പറ്റും. എല്ലാറ്റിനും നാം
ഈ രണ്ട് ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. സുബ്ഹാനക. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറയാണ്, ഇന്ന സഅയകും ലശത്താ. ഇന്ന നിശ്ചയമായും സഅയകും എന്നാണ്. സഅയകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ എന്നാണ്. അതെന്താണ്? ലശത്ത എന്നാണ്. ശത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭിന്നങ്ങൾ, വ്യത്യസ്തങ്ങളാണ്. അങ്ങനെ പറഞ്ഞാൽ മനുഷ്യരെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഇന്ന സഅയകും ലശത്ത. അതിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകുന്ന സൽക്കർമ്മങ്ങളുണ്ട്, നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന ദുഷ്കർമ്മങ്ങളുമുണ്ട്. അതിന്റെ ആശയം മനുഷ്യരുടെ പ്രവർത്തനം വ്യത്യസ്തമാണ്. ഈമാനും തൗഹീദും ഇഖ്ലാസും ഇത്തിബാഉം നിയ്യത്തുമായി ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നവരും ശിർക്കും കുഫറും ബിദ്അത്തും ഹറാമും മഅസിയത്തുകളും അതുപോലെ നിഫാഖും ഫിസ്ഖും ഒക്കെയായി ജീവിച്ച് നരകത്തിലേക്ക് പോകുന്നവരും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന സഅയകും ലശത്താൻ. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേറൊരു ആയത്തോതി മനസ്സിലാക്കും. വഹദൈനാഹുൻ നജ്ദൈൻ. പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗം, ഒന്ന് സ്വർഗത്തേക്ക് മറ്റൊന്ന് നരകത്തേക്ക്. അപ്പൊ മനുഷ്യരുടെ പ്രവർത്തനം വ്യത്യസ്തമാണെന്നാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇഖ്രിമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അസ്സഅയുൽ അമൽ എന്നാണ്. ഇവിടെ വിഭിന്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ. ആ തഫ്സീറാണ് പലപ്പോഴും മലയാളത്തിലേക്കൊക്കെ അധികം മലയാളത്തിൽ ഇതിന് എന്താ പറയുക ആശയ വിവർത്തനം നടത്തുന്നിടത്ത് അമാനി മൗലവി ആയാലും അതല്ലാത്തവരൊക്കെ എടുത്തു കൊടുക്കുന്നത് ആ ഒരു തഫ്സീറിന്റെ ആശയമാണ്. എന്താണ്? അസ്സഅയുൽ അമൽ എന്നാണ്. അമല് അതെന്താണ്? വ്യത്യസ്തമാണ്. അതുപോലെ മുഖ്തലിഫ് എന്നാണ്, ക്ഷമിക്കണം, ഇതാണ് മുഖ്തലിഫ്. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവരുടെ എന്താ പറയാ കർമ്മങ്ങൾ അത് ഇഖ്തിലാഫ്, വ്യത്യസ്തങ്ങളാണ്, വിഭിന്നങ്ങളാണ്. മറ്റത് നല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്ക്, മോശം പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ നരകത്തിലേക്ക്. അതാണ് ഇന്ന സഅയകും ലശത്താ. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറയാണ്, ഫഅമ്മാ മൻ അഅതാ വത്തഖാ. ഫഅമ്മാ മൻ അഅതാ വത്തഖാ. അപ്പോൾ ഏതൊരുവൻ അഅതാ അവൻ കൊടുക്കുകയും വത്തഖ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തു പോകുന്നത്. അതായത് ഏതൊരുത്തൻ എന്താണ് അവൻ എന്ത് ചെയ്തു? അവന്റെ സമ്പത്തിനെ നൽകുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തു പോകുന്നത്. ഇവിടെ രണ്ട് കാര്യമാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന്, അവൻ സമ്പത്ത് നൽകിയത്. എന്താണത്? തൻ്റെ മേൽ ബാധ്യതയായ ദാനങ്ങൾ. അത് സക്കാത്തുണ്ട്, കുടുംബ ചെലവുകളുണ്ട്, പാപത്തിന് പരിഹാരമാകുന്ന ദാനങ്ങളുണ്ട്. ഇതൊക്കെ നിർവഹിക്കുകയും പിന്നെ വത്തഖ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ സൂക്ഷിച്ച് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു പോകുന്നത്. വത്തഖ എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് തഫ്സീറുകളിൽ വളരെ വിശാലമായി വിവരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഞാൻ അത്രത്തോളം അങ്ങോട്ട് പോകുന്നില്ല. എന്നാലും ഈ ആയത്തിന്റെ തഫ്സീറിൽ അഹ്ലുസുന്നയുടെ മുഫസ്സിരിങ്ങളൊക്കെ അത് എടുത്തു കൊടുക്കണ കാണാൻ പറ്റും. എന്താണ് ഇവിടെ പറഞ്ഞത്? ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ. ഫഅമ്മാ മൻ അഅതാ മാലഹു ഫീ സബീലില്ലാഹ്. മാലഹു ഫീ സബീലില്ലാഹ്. അള്ളാഹിന്റെ മാർഗത്തിൽ അവൻ എന്ത് ചെയ്യണം? അവന്റെ സമ്പത്തിനെ നൽകുകയാണ്. അപ്പോ ഫഅമ്മാ മൻ അഅതാ എന്ന് പറഞ്ഞാൽ ഐ മാലഹു ഫീ സബീലില്ലാഹ്. അപ്പോൾ ഏതൊരുവൻ തന്റെ സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ മാന. പിന്നെ വത്തഖ എന്ന് പറഞ്ഞാൽ ഐ വത്തഖ റബ്ബഹു എന്നാണ്. അവന്റെ റബ്ബിനെ അവൻ സൂക്ഷിക്കുകയും ചെയ്തു പോകുന്നു. ക്ഷമിക്കണം, മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് പറഞ്ഞത് ഇപ്രകാരമാണ്. വത്തഖ എന്ന് പറഞ്ഞാൽ ഇത്തഖല്ലാ, അള്ളാഹിനെ സൂക്ഷിക്കാന്നാണ്. ഇത്തഖല്ലാ, ഇത്തഖില്ല എന്ന് പറയില്ലേ, അതിന്റെ അതേ ശൈലിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇമാം മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇത്തഖൽ ബുഖൽ എന്നാണ്. അപ്പൊ രണ്ടും ഒരേ ആശയം തന്നെ വരാം. എന്ത്? ഇമാം മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അനുസരിച്ചുള്ള മാന എന്താ വരിക? ഫഅമ്മാ മൻ അഅത. അപ്പോൾ ഏതൊരുവൻ തന്റെ സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുകയും ചെയ്തുവോ, വത്തഖ
അവൻ പിശുക്കിനെ സൂക്ഷിക്കുകയും ചെയ്തു എന്നാണ് ആ തഫ്സീറിൽ ശരിയാവും. കറക്റ്റാണ്, അതും കറക്റ്റ് തന്നെയാണ്, അതും ആശയപരമായി ശരിയാണ്. അതായത് അള്ളാഹിനെ സൂക്ഷിക്കുകയും പിന്നെ സമ്പത്ത് നൽകുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നിലക്കായാലും പ്രശ്നമല്ല. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് തൻ്റെ മേൽ ബാധ്യതയായ സമ്പത്ത് അഥവാ സക്കാത്തും സദഖയും കുടുംബ ചെലവുകൾ ഇതൊക്കെ എന്താണ്? ബാധ്യതയാണ്, ഹക്കിൽപ്പെട്ടതാണ്. ആ ഹക്ക് കൊടുത്തു വിട്ട വത്തഖ, ആ വിഷയത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് തഫ്സീർ പറയാം. ഇനി രണ്ടാമത്തതനുസരിച്ച് തന്റെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ നൽകുകയും വത്തഖാ റബ്ബഹു, അല്ലെങ്കിൽ ഇത്തഖല്ലാ, അല്ലെങ്കിൽ ഇത്തഖില്ല, ജീവിതത്തിൽ ഹറാമുകൾ കലരാതെ മഅസിയത്തുകൾ വരാതെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തവനാരോ. അപ്പൊ രണ്ട് നിലക്ക് എന്ത് ചെയ്യാം? അതിന് തഫ്സീർ പറയാം. ഈ രണ്ട് തഫ്സീറും അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വസദ്ദഖ ബിൽ ഹുസ്ന. വസദ്ദഖ എന്ന് പറഞ്ഞാൽ എന്താ? സത്യമാക്കുകയും ചെയ്തു എന്നാണ്, സത്യപ്പെടുത്തിയോ. ബിൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായുള്ളതിനെ ആര് സത്യപ്പെടുത്തുകയും ചെയ്തുവോ എന്നാണ്. ഇതിനെ വിവരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇതിനെ മുഫസ്സിറുകൾ പറയുന്നത് വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ, ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു വഖീല സദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞിട്ട് കാണാം ഖൗലുഹു തആല ലില്ലദീന, ക്ഷമിക്കണം, വസദ്ദഖ ബിൽ ഹുസ്ന എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു വസദ്ദഖ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്തിയോ എന്നാണ് അദ്ദേഹം കൊടുത്ത ഒരു വിഷയം. അബ്ദുറഹ്മാൻ ഇബ്നു സുലമിയും വല്ലഹാഖ് വഹിയ റിവായത്തു അത്തിയ്യത്ത് അൻ ഇബ്നു അബ്ബാസ്. ഇമാം മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തത് അതിന് തഫ്സീറായി നൽകിയത്. അതുപോലെ മറ്റ് പല മഹാന്മാരും നൽകിയ തഫ്സീറിൽ ഒന്നുള്ളത് സ്വർഗത്തെ സത്യപ്പെടുത്തിയോ എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആര് സത്യപ്പെടുത്തിയോ, സ്വർഗത്തെ ആര് സത്യപ്പെടുത്തിയോ. കാരണം സ്വർഗത്തെ സത്യപ്പെടുത്തി ആര് പറഞ്ഞിട്ടുണ്ട്? അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ വ അന്ന ലിഖാഅഹു ഹഖ്ഖുൻ. ആര് പറഞ്ഞിട്ടുണ്ട്? ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നബി പറഞ്ഞു, സത്യപ്പെടുത്തി പറഞ്ഞു. അപ്പൊ ആ നിലക്കും അത് ശരിയാണ്. അപ്പൊ ഒന്നുമില്ലെങ്കിൽ വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായുള്ളതിനെ ആര് സത്യപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ സത്യപ്പെടുത്തിയോ. ആര് സ്വർഗത്തെ സത്യപ്പെടുത്തിയോ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്തിയോ. ഇനി തഫ്സീർ കാണാം എന്ത്? അസ്സലാത്തു വസ്സകാത്തു വസ്സൗം, നിസ്കാരം, സക്കാത്ത്, നോമ്പ് എന്നതിനെ സത്യപ്പെടുത്തിയോ. എത്രത്തോളം എന്നറിയോ? സദഖത്തുൽ ഫിത്ർ എന്ന് വരെ തഫ്സീർ നൽകപ്പെട്ടിട്ടുണ്ട്. ഫിത്ർ, സക്കാത്ത്, അതിനെ സത്യപ്പെടുത്തിയോ. നിഅമുല്ലാഹി അലൈഹി, അവന്റെ മേൽ അള്ളാഹു നൽകിയ നിഅമത്തുകളെ സത്യപ്പെടുത്തിയോ. ഇതൊക്കെ അതിന്റെ വ്യാഖ്യാനങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞു. മുഖ്തസർ തഫ്സീറിൽ കാണുന്നത് വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവന് പകരം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സ്വർഗം എന്ന് പറഞ്ഞ പ്രതിഫലത്തെ സത്യപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. അത് പല മഹാന്മാരും പറഞ്ഞ ഒരു തഫ്സീറാണ്. അപ്പൊ ഇവിടെ വസദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ആ നിലക്ക് പറഞ്ഞാൽ സ്വർഗത്തെ ആര് സത്യപ്പെടുത്തിയോ എന്നാണ്. അപ്പൊ സ്വർഗത്തെ സത്യപ്പെടുത്തുന്ന എന്താ? സ്വർഗം ഹക്കാണ് എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന് വേണ്ട പണിയൊക്കെ എടുക്കുക. ആ പണിയാണ് എന്ത്? ആദ്യം പറഞ്ഞ പണി എന്ത്? ഫഅമ്മാ മൻ അഅത വത്തഖാ. കാരണം ഹക്ക് സ്വർഗത്തൊക്കെ പോകണം എന്നുള്ള ചിന്ത ഉള്ള മാത്രമേ പണി ചെയ്യുള്ളൂ, അല്ലാത്തൊരു ചെയ്യൂല. അല്ലാത്തവന്റെ പണി വൃഥാവിലാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരാളെ കുറിച്ച്, മഹാനായ സ്വഹാബി അദിയ്യ് ഇബ്നു ഹാതിം അത്വായി. എന്താ പേര്? അദിയ്യ് ഇബ്നു ഹാതിം അത്വായി, അദിയ്യ് റളിയല്ലാഹു തആല. അദ്ദേഹത്തിന്റെ ബാപ്പ ഹാതിം അത്വായി ജാഹിലിയത്തിൽ പ്രസിദ്ധനായ ധർമ്മിഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ പണി എന്താ വെച്ചാല് വലിയ കുന്നിന്റെ മുകളിലൊക്കെ ആൾക്കാർ കാണുക വലിയ തീക്കുണ്ടാരുണ്ടാക്കും, തീ കത്തിക്കും. എന്നിട്ട് ഒട്ടകങ്ങളെ, ആടുമാടുകളൊക്കെ ലൈവായിട്ട് അദ്ദേഹം ചെയ്യും, ചുട്ടെടുക്കും. മത്ബഖ്, നല്ലൊരു ഫുഡ് ഉണ്ടാക്കി വയ്ക്കും അദ്ദേഹം. ഫ്രീ ആയിട്ട് യാത്രാ സംഘങ്ങൾക്ക്, ഖാഫിലകൾക്ക്, കാരവൻസ് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി വെറുതെ ഹദിയ. നമ്മളല്ല, ഫീ സബീലില്ല. പക്ഷെ അദ്ദേഹത്തിന് അത് കബൂലാക്കപ്പെട്ടില്ല. കാരണം എന്താ? ഈമാനല്ല, ആഖിറത്തിൽ വിശ്വാസമല്ല. അദ്ദേഹത്തിന്റെ മോനാണ് ഒരു സ്വഹാബിയ അദിയ്യ് ഇബ്നു
ഹാത്തിമുത്തായി. ആ ഹദീത്തുകൾ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. നബി ഞങ്ങളവരെ ഇലാഹാക്കുന്നില്ലല്ലോ. അപ്പം നബി ചോദിക്കാണ്, അവർ ഹലാലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹലാലായി വിശ്വസിക്കുകയും പുരോഹിതന്മാർ ഹറാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹറാമാകുകയും ചെയ്യുന്നില്ലേ? അത് തന്നെയാണ് അവർക്കുള്ള ഇലാഹാക്കൽ എന്ന് നബി പറയണത് ഈ അദീനോടാണ്. റളിയല്ലാഹു തആല അൻഹു. തയ്യിബ്. എന്നിട്ട് പിന്നെ റബ്ബ് പറയാണ് ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഫസനുയസ്സിറുഹു ഫസനുയസ്സിറുഹു എന്നാണ്. എന്നാൽ അവന് നാം സൗകര്യം നൽകും, എളുപ്പമാക്കും. എന്തിലേക്ക്? ലിൽ യുസ്റാ, ഏറ്റവും സൗകര്യമായതിലേക്ക്. എന്തിനാണ് അല്ലാഹു തആല അവന് എളുപ്പമാക്കി കൊടുക്കുന്നത്? ഈ ആയത്തിനും രണ്ട് തരത്തിൽ വ്യാഖ്യാനം വന്നിട്ടുണ്ട്. രണ്ടും സ്വീകാര്യോഗ്യമാണ്. ഒന്ന്, അവന് നാം സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമ്പത്ത് ചെലവഴിക്കാനുള്ള ആ ഒരു മനസ്സും അള്ളാഹ് എളുപ്പാക്കി കൊടുക്കുന്നതാണ്. അതൊരു വലിയ വിഷയമാണ്. ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും സൗകര്യമായുള്ളതിലേക്ക് നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നു പറഞ്ഞാൽ അവന് നാം സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്വതക്കയും എളുപ്പാക്കുന്നു. അതായത് റബ്ബിന്റെ മാർഗത്തിൽ ജീവിക്കാന്നുള്ളത് അവനെ എളുപ്പമായിരിക്കുന്നു. കാരണം അവന്റെ ലക്ഷ്യം എന്താ? സ്വർഗാണ്. നമ്മളിത് അമ്മാമൻ അഴത്തവത്തൊക്കെ അവിടുന്ന് പോകുന്ന കേട്ടോ. അപ്പൊ നിങ്ങളെ മനസ്സിൽ ഇത് ഉണ്ടാകണം, ഇതെന്താ തമ്മിലൊരു ബന്ധമില്ലാന്ന് തോന്നണ്ട. വലിയ ബന്ധമുണ്ട്. ഒരുപക്ഷെ ഞാൻ പറയണതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള മാർഗം അള്ളാഹ് എളുപ്പാക്കി കൊടുക്കുന്നു. ലിൽ ഖൈർ എന്നാണ് അതിന് നൽകപ്പെട്ടൊരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ അൽ ജന്ന എന്നാണ്. ഖാല മുജാഹിദുൻ, ഇമാം മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖൗലുഹു തആല ലില്ലദീന അഹ്സനുൽ ഹുസ്ന യഅനി അൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അള്ളാഹ് എളുപ്പാക്കി കൊടുക്കുന്നു. കാരണം എന്താ? പണി എന്തെടുത്തത്? സ്വതക്ക കൊടുത്തു, അള്ളാനെ സൂക്ഷിക്കുകയും ചെയ്തു. തഖ്വ എന്ന് പറഞ്ഞ എന്താ? തഖ്വ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അതിലെല്ലാ ഹലാലും ഉണ്ട്. അള്ളാഹ് വിരോധിച്ചതിനെ മുഴുവനും വിരോധിച്ചു. അതിലെല്ലാ ഹറാമും പെട്ടു. ശിർക്ക് മുതൽ എല്ലാ ഹറാമും അതിൽ പെട്ടു. അതാണ് തഖ്വ. ആ തഖ്വ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇത്തഖാ റബ്ബഹു അല്ലെ ഇത്തഖല്ലാ. അവന് പിന്നെ തഖ്വയുള്ള ആളുകൾക്കുള്ളതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീന, സ്വർഗ്ഗക്കാർക്കുള്ളതാ, മുത്തഖീങ്ങൾക്കുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുത്തു. ഈ രണ്ട് നിലക്കും അതിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി പറയുന്നത് ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى وَأَمَّا مَنْ എന്നാൽ ഒരുത്തനോ, മൻ ഒരുത്തനോ, ബഖില അവൻ ബഖില് കാണിച്ചു. ബഖില് പറഞ്ഞ എന്താ? എന്താ മക്കള് ബഖില്? ബഖീൽ എന്നൊക്കെ പറയാം നമ്മള്. പിശുക്കൻ അല്ലേ എന്നൊക്കെ പറയും നമ്മള്. പിശുക്കെന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരു ചുണ്ടൊക്കെ ഒന്ന് കൂടിപ്പോകും, നെറ്റൊക്കെ ഒന്ന് ചുളി. പിശുക്കനാണ്. പിശുക്കൻ എന്നൊക്കെ പറയാം. അറുത്ത കൈക്ക് ഉപ്പ് വെക്കൂല എന്നൊക്കെ പറയും പിശുക്കൻ. അൽ ബഖീൽ അല്ലെ? ബഖീൽ. ഇവിടെ എന്താ? ബഖീല. എന്നാൽ ഒരുത്തനോ ബഖീല അവൻ പിശുക്ക് കാണിച്ചു. വസ്തഗ്ന അവൻ ധന്യത നടിക്കുകയും ചെയ്തു. അങ്ങനെ ആര് ചെയ്തുവോ എന്നാണ്. ഇത് നേരത്തെ പറഞ്ഞതിന്റെ നേരെ എതിര് പറയണം. ഞാൻ എപ്പോഴും പറയല്ലേ, നേരത്തെ പറഞ്ഞത് ആര് അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹ് തൃപ്തിപ്പെട്ട മാർഗത്തിൽ നിർബന്ധവും ഐച്ഛികവുമായ മാർഗത്തിൽ നൽകുകയും ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അല്ലെങ്കിൽ പൊതുവായി അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തുവോ അവൻ സ്വർഗത്തിലാണ്. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് പറയാം, നേരെ എതിരെ. ആര് പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തനാണ്, ധന്യനാണ്, എനിക്ക് ഞാൻ തന്നെ മതി എന്ന രീതിയിൽ വസ്തഗ്ന എന്നത് അവൻ കാണിക്കുകയും ചെയ്തുവോ. അങ്ങനെ പറഞ്ഞാൽ എന്തറിയോ? ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് ഒന്ന്, ഗൗരവമുള്ള വിഷയം ലുബ്ധത, പിശുക്ക് കാണിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സ്വയം പര്യാപ്തത, ധന്യത നടിക്കാൻ. എനിക്ക് തൽക്കാലം എൻ്റെ അടുത്തുള്ള സമ്പത്ത് അത് തന്നെ ധാരാളമാണ്. അതായത് നിർബന്ധമായും ചെലവഴിക്കേണ്ട വിഷയങ്ങളിൽ പിശുക്ക് കാണിക്കുകയും തൻ്റെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായത്തിൽ നിന്ന് സ്വയം ധന്യത നടിക്കുകയും എനിക്ക് തൽക്കാലം എൻ്റെ അടുത്ത് അത്യാവശ്യമൊക്കെ ഉണ്ട്, അതൊക്കെ മതി, എനിക്കൊരാളുടെ ആവശ്യമില്ല, ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യൂല
ഇന്ന വേണ്ടവർ ഇങ്ങോട്ട് അങ്ങനെ കണ്ടല്ലോ ചില ആളുകൾക്ക് മെന്റാലിറ്റി ഉണ്ടാവും. അത് മാത്രമല്ല അള്ളാഹിന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ്. ശരിക്കും വിശ്വാസി എത്ര വലിയ പൈസ ഉള്ളവരാണെങ്കിലും ഓനെന്താ ചോദിക്കുക? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക വറഹ്മതിക. കാരണം എന്താ? ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത. അതിന്റെ ഉടമസ്ഥൻ ആരാ? അള്ളയാണ്. സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളയാണ്. ഓനീ അള്ളയാണ് അല്ലേ? നമ്മൾ അള്ളാഹോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. അതിലെല്ലാം പെട്ടു. നമ്മൾ അള്ളാഹോട് ചോദിച്ചുകൊണ്ടിരിക്കണം. കയ്യിൽ എത്ര പൈസ ഉണ്ടോ പൈസ അല്ലേ എന്നുള്ളത് അത് അതിന്റെ ഉടമസ്ഥൻ അള്ളയാണ്. അത് തരുന്നവനും എടുക്കുന്നവനും അള്ളയാണ്. ആയത്തുകൾ കാണാൻ ആ കാലത്ത് ആ വിഷയത്തിൽ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എവിടേക്ക് പോകല്ല, പക്ഷെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ ലുബ്ദ് വലിയ അപകടമാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ബിൻ നഫഖത്തി ഫിൽ ഖൈർ, ഖൈറായ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതിൽ ഒരാൾ പിശുക്ക് കാണിച്ചു. ഖൈറായ മാർഗം എന്ന് പറഞ്ഞാൽ ഒന്ന് സക്കാത്താണ്, രണ്ട് സ്വതക്കയാണ് അല്ലെ? മൂന്നാമത്തൊന്നും കൂടി പറഞ്ഞാൽ സ്വതക്കയിൽ ഇത് പെടുത്തെന്നാൽ പോലും അവനാന്റെ കുടുംബത്തിന് ചെലവെടുക്കൽ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ചെലവെടുക്കൽ. ഈ മുലയൂട്ടുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ചില അധ്യായങ്ങൾ കാണാം. ആ സമയത്തോളം എല്ലാ ചെലവും വഹിക്കേണ്ടവൻ പുരുഷനാണ് എന്നൊക്കെ അവർ കുറേ വാക്കുകൾ ആയത്ത് ഉദ്ധരിച്ച ഹദീത്തൊക്കെ ആയിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാ റിയാദ് സാലിഹ് എടുത്തു കൊടുക്കുന്നതാണ് പറ്റും. നമുക്ക് പ്രാഥമികമായിട്ട് നമ്മൾ പഠിക്കണ ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ ഒന്നാണല്ലോ അത്. ആ നിലക്ക് പറഞ്ഞാൽ ബഖില എന്ന് പറഞ്ഞാൽ ബിൻ നഫഖത്തി ഫിൽ ഖൈരി വസ്സദഖ. ഖലഹു ഖത്താദ, ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി പറഞ്ഞു, എന്താണ് എന്തിൽ ചെലവഴിക്കുന്നതിന്? ഖൈറിലും സ്വതഖയിലും ചെലവഴിക്കുന്നതിൽ നിന്ന് ആര് പിശുക്കിയോ എന്നാണ്. വസ്തഗ്ന അൻ സവാബില്ലാഹി ഫലം യർഗബു ഫീഹി. അള്ളാന്റെ സവാബിനെ തൊട്ടവൻ എന്താണ്? ധന്യനാണ്. എനിക്ക് ഞാൻ മതി, എനിക്കിപ്പോൾ അങ്ങനെ ആരെയും അങ്ങനെ പേര് അള്ളാന്റെ ഔദാര്യം എനിക്ക് വേണ്ട എന്നൊരു മെന്റാലിറ്റി ചുരുക്കി പറഞ്ഞാൽ നഅൂദുബില്ലാഹ്, അത് എത്ര അപകടം. അങ്ങനെ ഒരുത്തനിലുണ്ടായോ എന്നാണ്. അത് വലിയ അപകടം എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇതിൽ ആദ്യത്തെ ഷർറ് എന്താണെന്നറിയാം? പിശുക്കാണ്. പിശുക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. സാധാരണത്തെ ഒരു വിഷയമല്ല പിശുക്ക്. ഞാൻ പിശുക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പെട്ടെന്നൊന്ന് പറയാം. എന്താ വെച്ചാൽ നമ്മിൽ പിശുക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ, നമ്മൾ പിശുക്കനാണോ എന്നൊക്കെ പഠിക്കാനൊക്കെ നല്ലതാണ്. ഈ പിശുക്ക് എത്ര വലിയ അപകടമാണ്, ഇത് മനുഷ്യനെ കൊണ്ടുപോകുന്ന നരകത്തേക്കാണ്, ഏറ്റവും മോശം സ്വഭാവത്തിന്റെ ഉടമയാണ് പിശുക്കൻ എന്നതൊക്കെ മനസ്സിലാക്കാൻ ചിലത് മാത്രം ഞാൻ പറയാം. ഇപ്പോ മനുഷ്യരെ മൊത്തത്തിൽ പരിശോധിച്ചാൽ പല ആളുകളും സ്വതവേ പിശുക്കന്മാരാണ്. ഈ ലോകത്തുള്ള മുഴുവൻ സ്വത്തും കൈവശം ഉണ്ടായാൽ പോലും ഇത് തീർന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഒന്നും നന്മയിലൊന്നും ചെലവഴിക്കൂല. നന്മയിൽ ചെലവഴിക്കൂല. അള്ളാഹ് പറഞ്ഞൊരു വാക്ക് നമുക്ക് തുടങ്ങാം. സൂറത്ത് ഇസ്രാഇന്റെ 100-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മതി റബ്ബി ഇദൽ ലഅംസക്തും ഖശിയതൽ ഇൻഫാഖ് വകാനൽ ഇൻസാനു ഖതൂറാ. പറയുക നബി, എന്റെ റബ്ബിന്റെ റഹ്മത്തിന്റെ ഖജനാവുകൾ നിങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നുവെങ്കിൽ, അള്ളാന്റെ ഖജനാവുണ്ട് റഹ്മത്തിന്റെ, അതെങ്ങാനും മനുഷ്യരെ നിങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നുവെങ്കിൽ ചെലവഴിച്ച് തീർന്നു പോകുമെന്ന് ഭയന്ന് നിങ്ങൾ പിശുക്കി പിടിക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ റഹ്മത്തിന്റെ ഖജനാവ് ആരെടുത്താ? അള്ളാന്റെ അടുത്താണ്. ഇതിന്റെ മറുവശം എന്താ? അള്ളാഹ് പിശുക്കനല്ല. പക്ഷെ അള്ളാഹ് പിശുക്കനാന്ന് പറഞ്ഞൊരു ടീം. ആര്? നിങ്ങൾ ഇവിടെ അല്ല അല്ലേ? ഇവിടെ അല്ല. ആരാ പറഞ്ഞ്? യഹൂദന്മാര് പറഞ്ഞു. അതോടുകൂടി അവർക്ക് ശാപമുണ്ടായി. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കാണ് കൊടുത്താൽ പോരെ, അള്ളാഹ് കൊടുത്ത പൈസ പിന്നെ നമ്മൾ കൊടുക്കാൻ നോക്കണം, ഓന് നേരെ കൊടുത്താൽ പോരെ. യുക്തി, ഹിക്മത്ത്, ബുദ്ധി. ചില ആൾക്കാർ അങ്ങനെ ബുദ്ധിക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. ഈ ജാതി ആൾക്കാർ നമ്മൾ ബുദ്ധി, എന്ത് ബുദ്ധി എന്നാ പറയാ? മന്ദബുദ്ധി എന്നേ പറയാൻ പറ്റും, സാധാ ബുദ്ധി എന്ന് പറയാൻ പറ്റും. കാരണം പ്രമാണത്തിന് വിരുദ്ധമായി ബുദ്ധി യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊട്ടത്തരാണ്. പ്രമാണം മനസ്സിലാക്കാനാ ബുദ്ധി യൂസ് ചെയ്യുന്നത്. മരിച്ചുപോയ അബ്ദുൽ ഹക്ക് സുല്ലമി ആമിയൂർ റഹിമഹുല്ലാ റഹ്മത്തൻ വാസി, അദ്ദേഹം
ഒരു ക്ലാസ് എടുക്കുമ്പോൾ പറയാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറേ ഞാൻ ചിരിച്ചു പോയി അന്ന്. പക്ഷെ എൻ്റെ ഗൗരവം എനിക്ക് പിന്നെ മനസ്സിലായി. അതേപോലെ ബുദ്ധി 3 തരം ഉണ്ടല്ലോ: അതിബുദ്ധി, മിതബുദ്ധി, മന്ദബുദ്ധി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര രസമാണ്. കാരണം ടീച്ചർ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന ഒരാൾ കൂടിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്ഥിരപ്പെട്ട ഹദീസുകളെ നിഷേധിക്കുന്നവർ ഇത് 3-ാമത്തേലെ പെടാ. ഇതിൽ മന്ദബുദ്ധികൾ. കാരണം കോമൺ സെൻസ് ഉള്ള ഒരാളും അത് ചെയ്യൂല. എന്തിനും യുക്തിയും ഹിക്കുമത്തും വേണമെന്ന് ആലോചിച്ചാൽ അത് അബദ്ധമാണ്. കാരണം പല വിഷയത്തിലും യുക്തി ഹിക്കുമത്തൊന്നും കിട്ടൂല. നമ്മൾ ചെയ്യണ പല കാര്യത്തിലും എന്ത് ഹിക്കുമത്തുണ്ടാകാം? ഒന്നുമില്ല. അള്ളാഹ് പറഞ്ഞു, നബി പഠിപ്പിച്ചു, സമയന വാതഅന ആമന്ന വസല്ലംന ഖലാസ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ റബ്ബുൽ ഇസ്സത്ത് വളരെ ഹൃദ്യമായിട്ട് പറഞ്ഞു, വകാനൽ ഇൻസാനു ഖതൂറ, മനുഷ്യൻ കടുത്ത പിശുക്കനാകുന്നതാണ്. അതുപോലെ വേറെയും ധാരാളം ആയത്തുകൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന്, ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅിബുൻ വലഹുവൻ വഇൻ തുഅ്മിനു വതത്തഖു യുഅതികും ഉജൂറകും വലാ യസ്അലുകും അംവാലകും ഇൻ യസ്അൽകുമൂഹാ ഫയുഹ്ഫികും തബ്ഖലു വയുഖ്രിജ് അദ്ഗാനകും. ദുനിയാവിന്റെ ക്ഷണികതയും നിസ്സാരമൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ പറയണം അല്ലാഹു തആല, നിങ്ങളോട് നിങ്ങളുടെ സ്വത്തുക്കൾ അല്ലാഹ് ചോദിക്കൂല. നിങ്ങളോട് അവ ചോദിച്ച് അവൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പിശുക്ക് കാണിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ പക അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ മനുഷ്യന്റെ പൊതു സ്വഭാവം അള്ളാഹ് പറഞ്ഞിട്ട് മനുഷ്യൻ ആരാണ്? ബഖീലാണ്, പിശുക്കനാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 128 കാണാം, വഉഹ്ദിറത്തിൽ അൻഫുസുശ്ശുഹ്. പിശുക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് വിട്ടുമാറാത്തതാകുന്നു. അപ്പൊ എപ്പോഴും ഉള്ളിൽ എന്തുണ്ടാവും? ഒരു പിശുക്കത്തര ഉണ്ടാവും. അത് ഈ നിസ്കരിക്കുന്ന ആളുകളിൽ പോലും വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാണ്. അപ്പൊ ശരിക്കും എന്താ പിശുക്ക് നമുക്ക് പഠിക്കേണ്ടത്? എന്താ പിശുക്ക് എന്ന് പറഞ്ഞാൽ? പിശുക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് മറ്റുള്ളവരുടെ അവകാശങ്ങളായി നിർബന്ധമായോ ഐച്ഛികമായോ കടമയായോ നൽകേണ്ടത് നൽകാതിരിക്കലാണ് ശരിക്കും പിശുക്ക്. ഫാഹിമുൽ കലാം. എൻ്റെ സ്വത്തിൽ നിന്ന് ഞാൻ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതുണ്ടാവും. അതെന്താ? സക്കാത്തുണ്ട്. ഐച്ഛികമായി കൊടുക്കണ്ടാവും. അതെന്താ? സ്വതക്ക, അല്ലേ? പിന്നെ കടമുണ്ടാവും. ബാപ്പനോട്, ഉമ്മനോട്, ഇണകളോട്, മക്കളോട്, അയൽവാസിയോട്, പാവപ്പെട്ടവരോട് കുറെ കടമകളുണ്ട്. അതൊന്നും നിർവഹിക്കാതെ പിശുക്കി പിടിക്കുന്നവൻ. മലപ്പുറം ജില്ലയിൽ എൻ്റെ ഉമ്മ എടുക്ക് തമാശക്ക് പറയും, മമ്മദ് ഉമ്മാക്ക് ചെലവിനെടുക്കണ പോലെയാണ്. കേട്ടുന്ന ഭാഗത്തൊരു ഉദാഹരണം, അല്ലേ? എൻ്റെ ആശയം ഇവിടെ പറയാനല്ല, അതൊരു പ്രയോഗമാണ്. മമ്മദ് ഉമ്മാക്ക് ചെലവ് കൊടുക്കണ പോലെയാണ്. അവൻ വെച്ചാല് സ്വന്തം ഉമ്മാക്ക് ചെലവ് ചെയ്യുന്നിടത്ത് പോലും അത്ര പിശുക്കഥ. കാരണം അതൊരു നിർബന്ധ ബാധ്യത ഉമ്മാക്കും വാപ്പാക്കും തിന്നാൻ കൊടുക്കാന്നുള്ളത്. ഇനി എല്ലാ നിലക്കും മനുഷ്യരെ ബാധിക്കുന്ന ഒരു രോഗമാണ് ശരിക്കും പിശുക്ക് എന്ന് പറഞ്ഞാൽ. എത്രത്തോളം അറിയാം? അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. അല്ലാഹു യാതൊരു അഹങ്കാരിയും ദുരഭിമാനിയും ഇഷ്ടപ്പെടില്ല. അതായത് പിശുക്ക് കാണിക്കുകയും പിശുക്ക് കാണിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടില്ല. 57-ാം അധ്യായത്തിന്റെ 23-24. അതുപോലെ വീണ്ടും കാണാം 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 36 മുതൽ 37 വരെ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ള ആരെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല. എന്നിട്ട് പറയാണ്, അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ വയക്തുമൂന മാ ആതാഹുമുല്ലാഹ് മിൻ ഫളലി വഅഅതദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന. പിശുക്ക് കാണിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും തങ്ങൾക്ക് അള്ളാഹു തന്റെ ഔദാര്യം കൊണ്ട് നൽകിയ അനുഗ്രഹത്തെ മറച്ചു വെക്കുകയും ചെയ്യുന്നവരാണ് അവർ. ആ നന്ദി കെട്ടവർക്ക് അപമാനകരമായ ശിക്ഷയാണ് നാം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ പഠിപ്പിക്കണം എന്താണ്? പിശുക്കത്തരം വലിയ അപകടമാണ്. ഈ ആളുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞ വ അമ്മാമൻ ബഖില വസ്തഗ്ന. എന്നാൽ ഏതൊരുത്തൻ പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ധന്യത നടിക്കുകയും, എനിക്കങ്ങനെ ഇപ്പം ആരുടെ ഒരു ഔദാര്യം ആവശ്യമല്ല, അതായത് ഇത് തന്നത് അള്ളയാണ് എന്നുള്ള ബോധമല്ലാതെ അത് വീണ്ടും കിട്ടാനും ഉള്ളതിൽ ബറക്കത്തുണ്ടാകാനൊന്നും പ്രാർത്ഥിക്കാതെ അത് ഇങ്ങനെ മുറുകെ പിടിച്ച് അതിൽ സമാധാനം അടയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ ആളുകൾക്ക് വരാനിരിക്കുന്നത് എന്താന്ന് ശേഷം പറയുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ഈ പിശുക്കിനെ കുറിച്ച് പറയാം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഇസ്ലാമിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ആവശ്യത്തിന് പോലും സമ്പത്ത് ചെലവഴിക്കാതെ പിശുക്ക്
പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞറിയോ, കൈ പെരടിയിലേക്ക് ബന്ധിക്കപ്പെട്ടവനെ പോലെ ആകരുതെന്നാണ്. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള ആയത്താണ് സൂറത്ത് ഇസ്രാഇന്റെ 29. എന്താ? വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ് ഫതഖഉദ മലൂമ മഹ്സൂറ. നീ നിന്റെ കൈ നിന്റെ പെരടിയിലേക്ക് ബന്ധിക്കപ്പെട്ടതാക്കരുത്. അങ്ങനെ പറഞ്ഞ, അങ്ങനെ പെരടിക്ക് ബന്ധിക്കാറിഞ്ഞാൽ നിന്റെ അടുത്ത് നിന്നൊന്നും കിട്ടൂല എന്നാ നിനക്ക് തന്നെ പിഷ്കനാണ് അതിന്റെ ഉദ്ദേശം, പിഷ്കത്തരം. ഇനി നേരെ തിരിച്ച് അത് മുഴുവനായി നീട്ടിയിടുകയും ചെയ്യരുത്. അതിന്റെ മാനെന്താ? ഇസ്രാഫും പാടില്ല. ഒറ്റ ആയത്തിൽ ബുഖ്ലും ഇസ്രാഫ് രണ്ടും പഠിപ്പിക്കാണ്. ചില ആയത്തിൽ ഷുഹ് എന്നും പറയും, പിഷ്കന് ഷുഹ്. രണ്ടും ആശയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വർത്താനത്തിൽ പെട്ടെന്ന് ഒന്നായി പറയെങ്കിലും അർത്ഥം വിശാലതയും ഒരുപാട് മാറി. ഇപ്പൊ ഹൗഫും ഹശിയത്തൊക്കെ ഉള്ള മാതിരി വലിയ വ്യത്യാസമുണ്ട്. നമ്മള് സബ്ജക്റ്റ് ആ ഭാഷയുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകല്ല. ഇനി നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ഇബാദുർ റഹ്മാൻ അവരുടെ ഗുണങ്ങൾ വിവരിക്കുന്ന ഭാഗത്ത് അവരുടെ ഒരു ഗുണമായി അള്ളടുത്ത് പറയണത് അറിയോ? സ്വർഗത്ത് പോണ ഇബാദുർ റഹ്മാന്റെ സവിശേഷത പറയുന്ന കൂട്ടത്തില് അള്ള പറയണത് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിത വ്യയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ, അഥവാ റഹ്മാനായ റബ്ബിന്റെ അടിയാന്മാർ, ഇബാദുർ റഹ്മാൻ. അപ്പൊ പിശുക്കുണ്ടാവില്ല, ധൂർത്തുണ്ടാവില്ല. ധൂർത്തും അപകടമാണ്, പിശുക്കും അപകടമാണ്. ഇനി പിശുക്ക് അപകടകരമായ ഒരു രോഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് ഹദീത്ത് നമുക്ക് കാണാൻ പറ്റും. ഹദീത്തിൽ ഇമാം ഹാക്കിമൊക്കെ ഉദ്ധരിച്ച ഹദീത്തിൽ നമുക്കത് കാണാൻ പറ്റും. ഇങ്ങനെ ധാരാളക്കണക്കിന് ആയത്തുകളിലും ഹദീത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പിശുക്കിനെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടി താക്കീത് നൽകിയിട്ടുണ്ട്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം, ഈ ഭാഗം ഒഴിവാക്കാൻ. ബുഖ്ല് എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞു പിശുക്ക് എന്നാണ് അല്ലെ. ഷുഹ് എന്ന പദവും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക. അതായത് കൈവശമുള്ളത് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുകയും മറ്റുള്ളവരുടെ കയ്യിലുള്ളത് കൂടി തനിക്ക് കിട്ടണമെന്ന് മോഹിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഷുഹ് എന്ന് പറയുന്നത്. ഒരു ചുരുങ്ങിയ വിവരണം. അതിനൊക്കെ താരീഫുകളുണ്ട്, കുറെ പണ്ഡിതന്മാർ നിർവചനം നൽകിയിട്ടുണ്ട്. അത് കയ്യിലുള്ളത് തൊട്ട് കൊടുക്കൂല, മറ്റവൻ്റെ കൂടി ഇങ്ങോട്ട് കിട്ടണം എന്ന മെന്റാലിറ്റി ഉള്ളതിനെയാണ് ഷുഹ് എന്ന് പറയുക. അല്ലാഹു തആല ആക്ഷേപിച്ച കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് അതൊക്കെ. അതാണ് ഇവിടെ പറഞ്ഞത് വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആര് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് കാത്തിരക്ഷിക്കപ്പെട്ടുവോ അവർ തന്നെയാണ് വിജയം പ്രാപിച്ചത്. അപ്പൊ ശരിക്ക് വിജയിച്ചവർ മുഫ്ലിഹീങ്ങൾ ആരാണ് എന്ന ചർച്ചയിൽ അല്ലാഹു തആല പറഞ്ഞത് പിശുക്കിൽ നിന്ന് സ്വന്തം മനസ്സിനെ കാത്തു സൂക്ഷിച്ചവർ. പിശുക്കത്തര അത്ര വലിയ അപകടമാണെന്നാണ്. ഒരു ഹദീത്ത് ഞാൻ പറയട്ടെ നിങ്ങളോട്. നബി പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല. നബി പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, ഇയ്യാകും വശുഹ ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിശുഹ് അമറഹും ബിൽ ബുഖൽ ഫബഖലു വഅമറഹും ബിൽ ഖതിഅ ഫഖതഉ വഅമറഹും ബിൽ ഫുജൂരി ഫഫജറൂന. നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കണം. പിശുക്കിനെ സൂക്ഷിക്കണം നബി പറയാണ്. കാരണം നബി പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിച്ചത് പിശുക്ക് കാരണമാണ്. അതവരെ ലുബ്ധതക്ക് അഥവാ പിശുക്കിനെ പ്രേരിപ്പിച്ചു. അങ്ങനെ അവർ പിശുക്ക് കാണിച്ചു. ആ പിശുക്ക് അവരോട് ബന്ധവിച്ഛേദനത്തിന് കൽപ്പിച്ചു. ആരോടൊരു ബന്ധമല്ല, കുടുംബബന്ധം പുലർത്തൂല, ഒരു ബന്ധം പുലർത്തൂല. അങ്ങനെ ചുരുങ്ങി 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 വന്നു. അങ്ങനെ അത് ബന്ധങ്ങളെ മുഴുവനും മുറിച്ചു കളഞ്ഞതാണ്. ഓനായിട്ട് ഒരാൾക്കൊരു ബന്ധമില്ല, ഓനോട് വേറെ ആൾക്കും ഒരു ബന്ധമില്ല. കാരണം എന്താ? ബന്ധം വന്ന എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പൊ കൊടുക്കാതിരിക്കാൻ വേണ്ടി ബന്ധം മുറിക്കാം. പിശുക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ബന്ധവിച്ഛേദത്തിലാണ്. എന്നിട്ട് അവസാനം നബി പറയാണ്, അതവരെ അധർമ്മം ചെയ്യാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അധർമ്മകാരികളായി. അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ 1698 നമ്പർ ഉദ്ധരിച്ച ഹദീത്താണ്. അൽബാനി റഹ്മഹുല്ലാ സ്വഹീഹാണ് എന്ന് ഹുക്മ നൽകിയ ഹദീത്തിൽപ്പെട്ടാണ്. അതുപോലെ കാണാം ഇത്തഖുൽ. ഈ ഹദീത്ത് നമുക്ക് എപ്പോഴും പ്രസിദ്ധമാണ്. ഇത്തഖുൽ, നിങ്ങൾ ളുൽമിനെ സൂക്ഷിക്കണം. ഫഇന്നൽ ളുൽമ ളുൽമാതുൻ യൗമൽ ഖിയാമ. നിശ്ചയമായും അക്രമം അന്ത്യദിനത്തിലെ ളുൽമ് ഇരുട്ടിൽപ്പെട്ടതാണ്.
വത്തഖുശുഹ്, നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കണം. ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും ഹമലഹും അലാ അൻ സഫഖു ദിമാഅഹും വസ്തഹല്ലു മഹാരിമഹും. പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം പിശുക്കാണ് നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിപ്പിച്ചത്. പരസ്പരം രക്തം ചിന്താനും പവിത്രതകൾ കളങ്കപ്പെടുത്താനും അവരെ പ്രേരിപ്പിച്ചത് പിശുക്കാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 2578 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അലി ഇബ്നു അബി താലിബിനെ തൊട്ട് റളിയല്ലാഹു തആല ഒരു അഥർ കാണാം, എല്ലാ തിന്മകളുടെയും സംഗമ ഭൂമിയാണ് പിശുക്ക്. ഒരുത്തനിൽ പിശുക്കുണ്ടായാൽ മറ്റ് പല ഷർറും അവനിലേക്ക് കയറി വരുന്നതാണ്. അഹ്കാമുൽ ഖുർആനില് ഈ വിഷയത്തെ പറയുന്നിടത്ത് കാണാം, ഈ പിശുക്ക് കാണിക്കുന്നവന്റെ സാക്ഷിത്വം സ്വീകരിക്കപ്പെടൂല എന്നാണ്. നമ്മൾ ചില ആൾക്കാരെ സാക്ഷിയാക്കാൻ പറ്റില്ലെന്നറിയാം. ഉദാഹരണത്തിന് ഫാജിരിങ്ങളിൽ പണ്ഡിതന്മാർ എണ്ണിയ ചില കൂട്ടരുണ്ട്. ഇപ്പൊ ബീഡി വലിക്കുന്ന ആൾക്കാർ, ബീഡി വലിക്കാൻ അവർ ഇമാമത്ത് നിർത്താൻ പാടില്ല, അതുപോലെ സാക്ഷിത്വം സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ അവരെ വിഷയത്തിൽ പറഞ്ഞത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇബ്നു ബാസിന്റെ ഒക്കെ ഫത്വകളുടെ വിഷയത്തിൽ കാണാൻ പറ്റും. അല്ലാഹു അലം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഈ മുമ്പ് സൊഫി മർവന്റെ ഭാഗത്ത്, മറവയുടെ ഭാഗത്ത്, പഴയ മറവ, അപ്പം ഒന്നും അവിടെ ഒന്നുമില്ല, അങ്ങനെ അറിയുന്നില്ല, ഭാഗത്തിന് മനസ്സിലാവില്ല. പിന്നീട് കഴിഞ്ഞാൽ ഫുള്ള് ഹലാക്ക്, മുടി വെട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ ഇങ്ങനെ വലിയൊരു ബോർഡ് കാണാം, മംനൂ തദ്ഖീ എന്ന് വലിയൊരു ബോർഡ്, പകുതി കത്തിക്കറിഞ്ഞൊരു സിഗരറ്റ് കുറ്റിന്റെ ഫോട്ടോ ഉണ്ടാവും. അതിൻ്റെ താഴെ ആയത്ത്, ഹദീസ്, പണ്ഡിതന്മാരെ അഖ്വാലുകൾ, അതിനകത്ത് ഇത് ഹറാമെന്നുള്ള ഹുക്കും കൊടുത്തിട്ട് അതിന്റെ ചർച്ചയിലൊക്കെ കാണാൻ പറ്റും അവന് സാക്ഷിത്വത്തിന് പറ്റൂല. കാരണം എന്താ ചെയ്യുന്നത്? ഫാസിഖാണ്, തമ്മാടിയാണ്. തമ്മാടിയെ സാക്ഷിത്വം പറ്റൂല. അതേപോലെ സാക്ഷിത്വത്തിന് പറ്റാത്ത കുറേ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ശരിക്കും പിശുക്കൻ എന്നതാണ്. അല്ലാഹു അലം. ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഹദീത്തുകൾ ഈ വിഷയത്തിൽ കാണാൻ പറ്റും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെപ്പോഴും പറയും നബിനെ കുറിച്ച്, നബിന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ നബിനെ കുറിച്ച് പറയപ്പെടുന്നത് മാ സുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ശൈഇൻ ഖത്തുൻ ഫഖാല ലാ. നബിനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് ഇല്ല എന്നൊരിക്കലും നബി എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടാന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ചൊരു സംഭവം നമ്മൾ പലപ്പോഴും കാണാം. കഴുത്തില ഷാളിന്റെ അടയാളം വന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലും സഹാബത്തൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ മുമ്പ് ഒരിക്കൽ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്ത് പോലും പിശുക്കത്തരുണ്ടാവും. ഞാൻ നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ച് പറഞ്ഞല്ല, പൊതുവെ ആളുകളുടെ ഒരു ശൈലി അങ്ങനെയാണ്. ഭക്ഷണം കൊടുക്കാൻ പോലും പിശുക്കത്തരം. നബിന്റെ കാലത്തൊക്കെ ഒരാൾ വന്നാൽ അയാളെ കൊണ്ടുപോകും, പള്ളിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകും. ഇന്നിപ്പോ ഒരാൾ വന്നാൽ ആരും കൊണ്ടുപോകില്ല. ഇനി ലാസ്റ്റ് എന്താ ചെയ്യാച്ച, ചില ആൾക്കാർ 100-100 രൂപ കൈ കൊടുത്തിട്ട് പറയും ഹോട്ടലിൽ പോയി കഴിച്ചോ. ശരിക്കും ആൾക്ക് ഭക്ഷണം കിട്ടി, പക്ഷേ നഷ്ടപ്പെട്ടത് ഇസ്ലാമിന്റെ മര്യാദ, ഖുലുഖാണ്. സമയായി, ആരെ വാങ്ങിക്കൊടുക്കാം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ أشهد أن محمدًا رسول الله، أشهد أن محمدًا رسول الله. حي على الصلاة، حي على الصلاة.
പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ലി വൽ ഹറം. നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരാ പ്രാർത്ഥിക്കണത്? അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിക്കാണ്. അങ്ങനെ എന്ത് ചോദിച്ചാലും കൊടുക്കണ നബി പ്രാർത്ഥിക്കാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ൽ വൽ ഹറം. അള്ളാഹുവെ, പിശുക്കിൽ നിന്നും വയസ്സാകുമ്പോഴുള്ള പ്രയാസത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. പിശുക്കിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചു അള്ളാഹിനോട്. അപ്പൊ അതിന്റെ ഗൗരവത്തിലുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോ വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കേണ്ട ഒരു പ്രത്യേകത, ഈമാൻ ദൗർബല്യമുള്ള ആളുകളിൽ ഉണ്ടാകുന്ന ഒന്നാണ് ശരിക്കും പിശുക്ക്. ഈമാൻ പൂർണ്ണമായ ഒരാൾ ഒരിക്കലും പിശുക്ക് ഉണ്ടാവില്ല. ലാ യജ്തമിഉ ശുഹ്ഹുൻ വ ഈമാനുൻ ഫീ ഖൽബി റജുലിൻ മുസ്ലിമിൻ. ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഒന്നിച്ച് നിലനിൽക്കൂല എന്ത്? ഈമാനും പിശുക്കും. ഒന്നില്ലെങ്കിൽ ഈമാനെ നിലനിൽക്കുള്ളൂ, അപ്പൊ പിശുക്ക് നിൽക്കൂല. അല്ലെങ്കിൽ പിശുക്കേ ഉണ്ടാവുള്ളൂ, ഈമാൻ നിൽക്കൂല. അപ്പോൾ മുസ്ലിം ആവില്ലല്ലോ. ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഒരിക്കലും പിശുക്കും ഈമാനും ഒരുമിച്ച് നിൽക്കൂല. എന്തേ നിൽക്കുള്ളൂ? ഈമാൻ ഉണ്ടെങ്കിൽ പിശുക്ക് പുറത്തു പോകും. അല്ലാഹു തആല നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നിട്ട് പിന്നെ റബ്ബ് പറഞ്ഞു, ആര് വഅമ്മാ മൻ ബഖില വസ്തഗ്ന, എന്നാൽ ഏതൊരുത്തൻ പിശുക്ക് കാണിക്കുകയും സമ്പത്തിൽ ധന്യത നടിക്കുകയും ചെയ്തുവോ, വകദ്ദബ ബിൽ ഹുസ്ന, രണ്ടാമത്തെ തിന്മന്ത ഏറ്റവും നന്നായുള്ളതിനെ കളവാക്കുകയും ചെയ്തുവോ, ഐ ബിൽ ജസാഇ ഫിദ്ദാരിൽ ആഖിറ, ആഖിറത്തിലുള്ള പ്രതിഫലത്തെ പരലോകത്തെ കളവാക്കുകയും ചെയ്തുവോ എന്നാണ് അതിന്റെ മാനത. അതായത് ആഖിറത്തെ അവൻ കളവാക്കിയോ, അള്ളാഹു പകരമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതിനെയും അള്ളാന്റെ മാർഗത്തിലുള്ള സ്വതക്ക സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ അതിനുള്ള പ്രതിഫലത്തെയും കളവാക്കുകയും ചെയ്തുവോ എന്നും അതിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ആഖിറത്തെ കളവാക്കുക, അല്ലെങ്കിൽ ഈ അള്ളാന്റെ മാർഗത്തിൽ നൽകുന്നവന് റബ്ബ് നൽകാനുള്ളത് എന്താണ്? ഇരട്ടി ഇരട്ടിയാണ്. 700 ഇരട്ടി വരുന്നൊക്കെ ആയത്തിൽ കാണാൻ പറ്റും. ഇലാ സബ്ഇ മിഅതി ദുഅഫിൻ എന്നൊക്കെ കാണാം ഹദീസുകളിൽ. അതിനെ നിഷേധിക്കുക. അങ്ങനെ നിഷേധിക്കുകയും ചെയ്തുവോ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, അതാണ് പിന്നെ അല്ലാഹു തആല പറഞ്ഞത്. ഫസനുയസ്സിറുഹു, അവന് നാം എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും. എന്തിലേക്ക്? ലിൽ ഉസ്ര, ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക്. നേരത്തെ പറഞ്ഞത് യുസ്ര എന്നാണ്, സൗകര്യത്തിലേക്ക് സൗകര്യം. അതെന്താണ്? സ്വർഗമാണ്, അല്ലെങ്കിൽ ഖൈറുകളിൽ മുൻകടക്കാനുള്ള തൗഫീഖാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും പ്രയാസമുള്ളതിലേക്ക്, ഞെരുക്കമുള്ളതിലേക്ക് ഞാൻ അവനെ എളുപ്പമാക്കി കൊടുക്കുന്നു പറഞ്ഞാൽ അവന് തിന്മ പ്രവർത്തിക്കാൻ എളുപ്പം നൽകും, നന്മ പ്രവർത്തിക്കാൻ അവന് പ്രയാസം ഉണ്ടാവുന്നതാണ് ഒരു വ്യാഖ്യാനം. അങ്ങനെയാണ്, അതും ശരിയാണ്. എന്നാൽ വളരെ ഹൃദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ ഇതിന് നൽകപ്പെട്ട തഫ്സീർ അത് നമ്മളെ ശരിക്ക് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യഅനി അന്നാർ, പിശുക്കന് പോകാതെ കൊടുക്കാം നരകത്തേക്കാണ്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. രണ്ടാമത്തെ തഫ്സീർ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്ത്? അശ്ശർറാണ്. അത് തിന്മയിലേക്ക് എളുപ്പം നൽകുന്ന, തിന്മയിലേക്ക് എളുപ്പം നൽകും, നന്മയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ചെയ്തു. അതാണ് ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ എന്താ അങ്ങനെയാണ്? ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരൊറ്റ ആയത്ത് പറഞ്ഞുതരാം. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഒരു ആയത്തും കൂടി എനിക്ക് താഴെയുള്ളൂ. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തു അൻആം, സൂറത്ത് അൻആമിന്റെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞൊരു കാര്യമുണ്ട്. സൂറത്ത് അൻആമിന്റെ 110-ാമത്തെ ആയത്തിൽ എന്താണ് ആയത്തിലുള്ളത്? ആയത്തിലുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. അല്ലാഹു തആല പറയാണ്, വനുഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മറത്തിൻ വനദറുഹും ഫി തുഗ്യാനിഹിം യഅമഹൂൻ. ഈ ഖുർആനിൽ ആദ്യ തവണ അവർ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ ഇപ്പോഴും നാം അവരുടെ മനസ്സുകളെയും കണ്ണുകളെയും മറിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അവരുടെ ധിക്കാരവുമായി അവരങ്ങനെ ജീവിക്കാൻ നാം അവരെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. ഇത് നഊദുബില്ല, നമ്മൾ അള്ളാഹിനോട് കാവൽ ചോദിക്കേണ്ട വിഷയമാണ്. ഏതൊരു തിന്മയിലാണോ ജീവിക്കുന്നത് ആ തിന്മയിൽ തന്നെ മരിക്കണ വരെ പോകുക എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹിന്റെ തൗഫീഖിന് പുറത്താണ്. ഇതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയാം.
ഇൻഷാ അല്ലാഹ് ഒരു ഖുതുബയായിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത ഇസ്തിദ്റാജ് എളുപ്പം മനസ്സിലാക്കാൻ ചൂണ്ടലിടുന്നത് പോലെ എന്ന് പറയാം. ചൂണ്ടലിട്ട് എന്താ ഉണ്ടാകുക? മീൻ ഇങ്ങനെ കൊത്തിയിട്ട് അതിങ്ങനെ പിടിച്ച് വലിച്ചുണ്ടാവും. അവസാനം ഒരൊറ്റ വലിയ അവന്റെ വേളക്ക പിടിക്കുക. അപ്പൊ മീൻ വിചാരിക്കുന്നത് ഇതിപ്പോ എന്റെ തന്നെയാണ്, അങ്ങനെ കൊണ്ടുപോയി മാക്സിമം പോയിട്ട് ഒറ്റ വലിയ. ഇതാണ് ഒരർത്ഥത്തിൽ ഇസ്തിദ്റാജ്. തിന്മയിൽ ഇങ്ങനെ ജീവിക്കും മനുഷ്യൻ. ആ തിന്മയിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും അത്രത്തോളം അവൻ എന്ത് ചെയ്യും? അല്ലാഹു തആല അവസരം കൊടുക്കും. പിന്നെ അവസാനം ഒരു പെടുത്താണ് ഫഅാലുൽ ലിമാ യുരീദ് അല്ലേ? പതിസ്ഥാനത്ത് പതിയിരിക്കുന്നതാണല്ലേ അള്ളാഹു അള്ളാഹിനെ കുറിച്ച് ഒരൊറ്റപ്പെടുത്താണ്. ഇതേ അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര എന്ന് പറഞ്ഞാൽ ഞെരുക്കത്തിലേക്ക് കൂടുതൽ ഞെരുക്കം നൽകുമെന്ന് പറഞ്ഞ എന്താ? അതാണ് എളുപ്പാക്കി കൊടുക്കുന്നതാണ്. ഏത് തിന്മയിലാണോ ജീവിക്കണം ആ തിന്മന് എളുപ്പമാവും, അതൊന്ന് സംതൃപ്തി ഉണ്ടാവും, അതിലൊന്ന് രസം ഉണ്ടാവും. അതായിരിക്കും എൻ്റെ ജീവിതം ഉണ്ടാകുക. നഊദുബില്ലാ, ഒരിക്കലും തൗബ ചെയ്യാനോ ഇസ്തിഗ്ഫാർ നടത്താനോ നന്മയിലേക്ക് വരാനോ ഒരു മനസ്സും ഉണ്ടാവില്ല, ഒരു അവസരവും ഉണ്ടാവില്ല. എന്താ പറയാ, നമ്മള് ഏറ്റവും മോശമായ പര്യവസാനം. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ റബ്ബിനോട് കാവൽ ചോദിക്കണ്ട. എന്നിട്ടോ പിന്നെ റബ്ബ് പറഞ്ഞ വാക്കാണ് വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. വമാ യുഗ്നീന, വമാ യുഗ്നി എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുകയില്ല. എന്ത് പ്രയോജനപ്പെടൂല? മാലഹു, അവന്റെ സമ്പത്ത്. ആരെ സമ്പത്ത്? ഈ പിശുക്കന്റെ സമ്പത്ത് ഉപകരിക്കൂല. ഇദാ തറദ്ദ, അവൻ മറിഞ്ഞു വീണാൽ, നാശമടഞ്ഞാൽ. അതായത് വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, ഈ പറഞ്ഞ പിശുക്കൻ അവൻ മറിഞ്ഞു വീണാൽ അവന്റെ സമ്പത്ത് അവന് പ്രയോജനപ്പെടൂല എന്ന് പറഞ്ഞാൽ ഐ ഇദാ മാത്ത എന്നാണ്. അവൻ മരിച്ചാൽ അവന്റെ സമ്പത്ത് അവന് പ്രയോജനപ്പെടൂല. മരിച്ചാൽ പിന്നെ പിശുക്കനും അവന്റെ പൈസ കൊണ്ടൊരു ഉപകാരമില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവനത് നേരാമണം കൊടുക്കുകയാണെങ്കിൽ അവന് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിരുന്നു. തഫ്സീറിലൊന്ന് ഇദാ മാത്ത. ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഉസ്താദായ മഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറഞ്ഞത് ഇദാ തറദ്ദ. ഇദാ തറദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ മറിഞ്ഞു വീണാൽ, നാശമടഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഐ ഇദാ തറദ്ദ ഫീ ജഹന്നം. ഓ നരകത്തിലേക്ക് മറിഞ്ഞു വീണാൽ പിന്നെ അവന്റെ സ്വത്തുകൊണ്ട് അവന് ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിക്കും, ഉപകരിക്കുന്ന സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഹലാലും തൊയ്യുബുമായ മാർഗത്തിൽ ശേഖരിച്ചതാണ്. ഹലാലും തൊയ്യുബുമായ മാർഗത്തിൽ ചെലവഴിക്കുന്ന സ്വത്തിനാണ് എന്ത് പറയാ? ഉപകരിക്കുന്ന സ്വത്ത്. മഹാന ഇബ്രാഹിം ഖലീലുർ റഹ്മാൻ അവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ, എന്ത്? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സ്വത്തോ സന്താനങ്ങളോ ഉപകരിക്കൂല എന്നാണ്. ആർക്കൊഴികെ? ഈ ഹൃദയം നിർദോഷമായ കുറ്റമറ്റ ഹൃദയവുമായി വന്നവൻ, തൗഹീദുള്ള ഈമാനുള്ള ആളുകൾക്ക്. പിന്നെയോ അവരുടെ മക്കളെ വളർത്തിയത് ദീനിലാണ്, അവരെ സ്വത്ത് അവർ ചെലവഴിച്ചത് നന്മയിലാണ്. അവർക്ക് അവർ സ്വത്ത് ഉപകരിക്കും, മക്കൾ ഉപകരിക്കും. അതാണ് അതിന്റെ തഫ്സീർ വായിക്കാൻ നമുക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് വിശാലമായി ഞാൻ പോകുന്നില്ല. അപ്പൊ ഈ ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് രണ്ട് കൂട്ടരെ കുറിച്ച് ഈ ആയത്തിൽ സൂചിപ്പിക്കാൻ. ഒന്ന്, അള്ളാന്റെ മാർഗത്തിൽ നൽകുകയും അള്ളാനെ ഭയപ്പെടുകയും ഹക്കിനെ സത്യപ്പെടുത്തുകയും ചെയ്തവൻ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, നിസ്കാരമാണ്, നോമ്പാണ്, സക്കാത്താണ്. അള്ളാഹു തന്ന നിഅമത്തുകൾ മുഴുവനും ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുന്നവനാണ്. അതുപോലെ സ്വർഗത്തെ സത്യപ്പെടുത്തിയവനാണ്. അവൻ എന്തുണ്ട്? അവൻ അള്ളാഹു സൗകര്യമായതിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. അഥവാ ഈ ചെയ്യുന്ന പണിയിൽ തന്നെ മുന്നോട്ട് പോകാനും അങ്ങനെ ഹൈറിൽ മാത്രം ജീവിച്ച് ഹൈറിൽ മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകും. രണ്ടാമത്തത്, ആ ഹൈറിൽ മരിച്ചവൻ നേരെ പോകുന്ന സ്വർഗത്തിലേക്കാണ്. അള്ളാഹു സ്വർഗത്തിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. എന്നാൽ രണ്ടാമത് പറഞ്ഞ ആളാരാണ്? അതായത് അള്ളാന്റെ മാർഗത്തിൽ സ്വതക്കയും സക്കാത്തും കടമകളും കടപ്പാടുകളും അവിടെ നിന്നും ചെലവഴിക്കാതെ പിശുക്കി പിടിച്ച, അതൊന്നിലും നന്മയിലൊന്നും ചെലവഴിക്കാതെ ജീവിച്ചു പോയാൽ, മാത്രമല്ല എന്റെ സമ്പത്ത് മതി തൽക്കാലം, എനിക്ക് അങ്ങനെ വേറെ ആരുടെ ഔദാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഔദാര്യം പോലും വേണ്ടതില്ലെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥിതിയിൽ ജീവിക്കുന്ന ഒരാൾ. രണ്ടാമത്തതോ, ഏറ്റവും പ്രധാനപ്പെട്ടതിനെ അയാൾ കളവാക്കണം. വഖദ്ദബ ബിൽ ഹുസ്ന, അതായത്
മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തെ മുന്നിൽ കണ്ടാണ് എൻ്റെ ജീവിതം ഇവിടെ ഉണ്ടാകേണ്ടത് എന്നതൊക്കെ മാറി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അതൊന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ ആഖിറത്തിലുള്ള പ്രതിഫലത്തിന്റെ ദിവസത്തെ മറന്നുപോയി ആ പ്രതിഫല നാളിൽ ഈ ദുനിയാവിൽ ചെയ്ത ഓരോ നന്മക്കും നന്മയും തിന്മക്ക് തിന്മയും തത്തുല്യമായി നൽകപ്പെടുന്ന ലോകത്തെ മറന്ന് നിഷേധിച്ച് അങ്ങനെ ജീവിച്ചു പോയാൽ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, അല്ലാഹു തആല പറയുന്നു അവന് ഞാൻ ആ ഞെരുക്കമുള്ളതിലേക്ക് പെട്ടെന്ന് എളുപ്പാക്കി കൊടുക്കും. ആ തിന്മയിൽ, ആ വൃത്തികേടിൽ, ആ തോന്നിവാസത്തിൽ തന്നെ ജീവിച്ച് തൗബ ചെയ്യാനാകാതെ, പശ്ചാത്തപിച്ച് മടങ്ങാനാകാതെ, നന്മയുടെ ഒരു അംശം പോലും ജീവിതത്തിലേക്ക് വരാതെ ആ ഷർറിൽ തന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് മരിച്ചു പോകാനുള്ള ഒരു വിധിയാണ് അയാൾക്ക് ഉണ്ടാവുക. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, അയാൾ മരിക്കുന്നതിന് മുമ്പ് വരെ അയാൾ ഉണ്ടാക്കി വെച്ച സ്വത്തോ മുതലോ സൗകര്യങ്ങളോ ഒന്നും അയാൾക്ക് ആ മരണത്തിന് ശേഷം ഉപകരിക്കൂല. അയാൾ എത്തിപ്പെടുന്ന നരകത്തിൽ ഒരിക്കലും അതൊരു പശ്ചാത്താപത്തിന്റെ ഒരു വസ്തുവായി, ഒരു പകരം നൽകാൻ, പ്രായശ്ചിത്തം നൽകാൻ, ഇത് മുഴുവനും നീ എടുത്തോ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം. ഒന്നും അള്ളാഹു അവന് സ്വീകരിക്കപ്പെടൂല. സമ്പത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട ഒരാളാണ് അയാൾ. അപ്പൊ ഒരു വശത്തിന്റെ ഒരു വിഭാഗത്തെക്കുറിച്ച്, സൗഭാഗ്യവാന്മാരായ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു, ദൗർഭാഗ്യവാന്മാരായ ഒരു വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വല്ലാഹു തആല അഅലം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇതൊന്ന് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശേഷം ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ഈ പിശുക്കിപ്പിടിക്കുന്ന ദീനിനോട് താല്പര്യമില്ലാത്ത ഇത്തരം ആളുകളുടെ ആ ദുസ്വഭാവത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ചായ കുടിച്ചാണ് ഒന്നുകൂടി ഉഷാറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.